ബാക്കി ടീച്ചറിന് ചിന്തിക്കാം, ബാക്കി ടീച്ചറിന് ഏത് രീതിയിൽ. അതായത് നിങ്ങൾ 5 പൈസ പോലും തിരിച്ചു തരത്തില്ല, 32,000 ചുമ്മാ വെറുതെ നിങ്ങൾ ഞങ്ങളുടെ കൈക്കലാക്കി. ഇൻഫോം ചെയ്തത്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടന്നത് വൻ പണക്കൊള്ളയും അഴിമതിയും. മൃദംഗ വിഷൻ സംഘടിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് നൃത്ത പരിപാടിക്കായി കൊച്ചി കല്ലൂർ സ്റ്റേഡിയം വിട്ടുകൊടുത്തതിൽ വലിയ അഴിമതി നടന്നിരിക്കുന്നു. ഇത്തരമൊരു പ്രോഗ്രാമിനായി സ്റ്റേഡിയം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് സ്റ്റേഡിയം അധികൃതർ ആദ്യം റിപ്പോർട്ട് നൽകി. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. 2 ദിവസം കൊണ്ടാണ് അട്ടിമറി നടന്നത്. 2024 ഓഗസ്റ്റിൽ പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് മൃദംഗ വിഷൻ അപേക്ഷ സമർപ്പിക്കുന്നു. GCDA ചെയർമാൻ ചന്ദ്രൻ പിള്ളയ്ക്കാണ് അപേക്ഷ നൽകിയത്. തുടർന്ന് ഏകദേശം 1 മാസത്തിന് ശേഷം ചന്ദ്രൻ പിള്ള ഈ അപേക്ഷ സ്റ്റേഡിയത്തിന്റെ എസ്റ്റേറ്റ് വിഭാഗത്തിന് കൈമാറി. 2025 ഏപ്രിൽ വരെ സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിന് നൽകിയിരിക്കുന്നതുകൊണ്ട് മറ്റു പ്രോഗ്രാമുകൾക്ക് നൽകാൻ കഴിയില്ല എന്ന് എസ്റ്റേറ്റ് വിഭാഗം ചന്ദ്രൻ പിള്ളയെ അറിയിക്കുന്നു. ഫുട്ബോളിന് വേണ്ടി മാത്രം നൽകിയിരിക്കുകയാണ് സ്റ്റേഡിയം. അതിനുവേണ്ടി ടർഫും നിർമ്മിച്ചിരിക്കുന്നു. ടർഫ് കേടുപാട് വരാനുള്ള സാധ്യതകളേറെയാണ്. അതുകൊണ്ട് തന്നെ ഈ അപേക്ഷ പരിഗണിക്കാനാവില്ല എന്ന നിലപാടാണ് എസ്റ്റേറ്റ് വിഭാഗം സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് നടന്നത് സമാനതകളില്ലാത്ത അട്ടിമറി. ഇതിന് കെ ചന്ദ്രൻപിള്ള തന്നെയാണ് മുൻകൈയെടുത്തത്. കേരളത്തിലെ ചില CPM നേതാക്കളും ഒരു മന്ത്രിയുടെ മകനും ഈ അട്ടിമറിക്ക് പിന്നിലുണ്ട് എന്ന് വിശദമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. മൃദംഗ വിഷന്റെ നേതൃത്വത്തിൽ നൃത്ത പരിപാടിയിൽ പങ്കെടുത്തവരിൽ നിന്നായി പിരിച്ചെടുത്തത് 4 കോടിയിൽ പരം രൂപ. എന്നാൽ മൃദംഗ വിഷന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ അവശേഷിക്കുന്നത് വെറും 30 ലക്ഷം മാത്രം. ബാക്കി തുകയെത്രയും പലർക്കായി വീതം വെച്ച് നൽകിയെന്നാണ് ഇപ്പോൾ മൃദംഗ വിഷൻ പറയുന്നത്. വലിയൊരു തുകയും അടിച്ചെടുത്തുകൊണ്ടാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് കടന്നത്. യാതൊരു കാരണവശാലും ബ്ലാസ്റ്റേഴ്സിന് നൽകിയിരിക്കുന്ന സ്റ്റേഡിയം മറ്റാവശ്യങ്ങൾക്ക് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് എസ്റ്റേറ്റ് വിഭാഗം പറഞ്ഞപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പോംവഴിയൊരുക്കാൻ ചന്ദ്രൻപിള്ളയുടെ നിർദ്ദേശം. അതനുസരിച്ചാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു നിരാക്ഷേപ പത്രം ലഭിച്ചാൽ സ്റ്റേഡിയം നൽകാനാകും എന്ന ഉടമ്പടിയിലെത്തുന്നത്. പിന്നീട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് NOC ലഭിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഇത്തരമൊരു കരാറിലേക്ക് GCDA കടക്കുന്നു. വാടക നിശ്ചയിച്ചതുപോലും കെ ചന്ദ്രൻപിള്ള. ഈ വിഷയത്തിന്റെ വിശദാംശങ്ങൾ കൊച്ചി സ്വദേശി ചെഷിയർ ടാർസൺ നേരത്തെ വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതിയായി നൽകിയിരുന്നു. സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ അഴിമതിയുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിയമപരമായി യാതൊരു വിധത്തിലും പരിഗണിക്കാൻ കഴിയാത്ത ഒരു അപേക്ഷ വളഞ്ഞ വഴിയിലൂടെ അഴിമതി ലക്ഷ്യമാക്കി പാസാക്കിയെടുത്തുവെന്നാണ് ടാർസന്റെ പരാതി. CPM പ്രമുഖന്റെ ഇടപെടലാണ് മന്ത്രി P രാജീവിനെയും കോർപ്പറേഷൻ മേയർ M അനിൽകുമാറിനെയും ഗിന്നസ് പ്രോഗ്രാമിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കാരണം. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇവന്റ് മാനേജ്മെന്റിലൂടെ കോടികൾ ഉണ്ടാക്കുന്ന ഇടതനുകൂല പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ കൂണുപോലെ മുളച്ചു പൊന്തുന്നു. പല സ്ഥലങ്ങളിലും പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ ഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ അടിച്ചെടുക്കുന്നു. എന്തിനേറെ കേരളത്തിന്റെ ഭരണകൂടം നടത്തുന്ന പല പരിപാടികളും ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെയാണ് ഏൽപ്പിക്കുന്നത്. CPMന്റെ ഏതെങ്കിലും തലത്തിലുള്ള ഒരു ബിനാമി സംവിധാനമാണോ മൃദംഗ വിഷൻ എന്ന സംശയം പോലും ഇപ്പോൾ ബലപ്പെടുന്നു. കാരണം യാതൊരു കാരണവശാലും കൊച്ചിയിലെ സ്റ്റേഡിയം വിട്ടു നൽകാൻ കഴിയില്ലാത്തിടത്താണ് ഇത്തരമൊരു അഴിമതി ഇപ്പോൾ നടന്നിരിക്കുന്നത്. FIFA നിലവാരത്തിൽ സ്റ്റേഡിയം നിലനിർത്തേണ്ടതുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടർഫിന് കേടുപാടുകൾ സംഭവിക്കരുത്. അതുകൊണ്ട് തന്നെ നൃത്ത പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ഫയലിൽ വ്യക്തമായി എഴുതിയിരുന്നു എസ്റ്റേറ്റ് വിഭാഗം. ജനപ്രതിനിധികൾ അടങ്ങുന്ന ജനറൽ കൗൺസിലാണ് സ്റ്റേഡിയം വിട്ടു നൽകുന്നത് സംബന്ധിച്ച ഔദ്യോഗിക അംഗീകാരം നൽകേണ്ടത്. എന്നാൽ ഇതൊക്കെ മറികടന്ന് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള വഴിവിട്ട് അനുമതി നൽകി. ഇതിൽ വലിയ സാമ്പത്തിക അഴിമതി നടന്നിരിക്കുന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇതിൽ വിജിലൻസ് അന്വേഷണം നിർണായകമാകും. മെഗാ നൃത്തസന്ധ്യയിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് 3500 5000 രൂപ വരെയുമൊക്കെ വ്യാപകമായി പിരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച നിരവധി ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയർന്നു കത്തുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചത്. ഔദ്യോഗിക അക്കൗണ്ടിലുള്ളത് വെറും 30 ലക്ഷം. മറ്റ് 2 നിർജീവ അക്കൗണ്ടുകളും പോലീസ് പരിശോധിച്ചു. നേരത്തെ മൃദംഗ വിഷൻ സംഘടിപ്പിച്ച നാട്യമയൂരി എന്ന നൃത്തസന്ധ്യയും ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ ചുരുങ്ങിയ നർത്തകരെ പങ്കെടുപ്പിച്ചാണ് അന്ന് നാട്യമയൂരി സംഘടിപ്പിച്ചത്. മൃദംഗനാദം പോലെ ഇതിനും വ്യാപകമായി പണപ്പിരിവ് നടന്നിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ശക്തമാകുന്നു. ദിവ്യ ഉണ്ണിക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഉയരുന്നത്. ഇപ്പോഴിതാ നടി ദിവ്യ ഉണ്ണിയെ വിമർശിച്ച് നിരവധി ആളുകൾ രംഗത്തിറങ്ങി. നടി ഗായത്രി വർഷ രൂക്ഷമായ ഭാഷയിലാണ് ദിവ്യ ഉണ്ണിയെ
വിമർശിച്ചിരിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന MLA ഉമാ തോമസിനെ ഒന്ന് തിരിഞ്ഞു നോക്കാതെയാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് കടന്നത്. തങ്ങൾ പിരിച്ചെടുത്ത തുകയിൽ വലിയൊരു ഭാഗം ദിവ്യ ഉണ്ണി കൈക്കലാക്കി എന്ന് ഇക്കഴിഞ്ഞ ദിവസം മൃദംഗാവിഷൻ MD നിഗോഷ് കുമാറും പറഞ്ഞിരുന്നു. ഈ സംഭവമുണ്ടായതിൽ ഖേദിക്കുന്നുവെന്ന് പറയാൻ പോലും ദിവ്യ ഉണ്ണിക്ക് മനസ്സുണ്ടായില്ല എന്ന് ഗായത്രി വർഷ പറഞ്ഞു. മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ സംഘാടകരുടെ പേര് മറച്ചുവെച്ചു. കലാപ്രവർത്തനങ്ങൾ ഇപ്പോൾ കച്ചവട മാധ്യമങ്ങളായി മാറി. അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടി. ഇത്തരമൊരു തട്ടിപ്പിനോട് കേരളീയ സമൂഹവും സോഷ്യൽ മീഡിയ സമൂഹവും ഒക്കെ മൗനം പാലിച്ചുവെന്നാണ് ഗായത്രി വർഷ പറയുന്നത്. ദിവ്യ ഉണ്ണിയും കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയായി എന്ന് ഗായത്രി വിമർശിച്ചു. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനത്തിലാണ് ഈ രൂക്ഷ വിമർശനം. അറസ്റ്റിലായ മൃദംഗാവിഷൻ MD നിഗോഷ് കുമാറിന് ഇപ്പോൾ ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചു. കേസിലെ മറ്റു പ്രതികളായ ഷമീർ, അബ്ദുൾ റഹീം, ബെന്നി കൃഷ്ണകുമാർ എന്നിവർക്കും കോടതി ജാമ്യം നീട്ടി നൽകി. തട്ടിപ്പിന്റെ വലിയ കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതുവിധേനയും പണമുണ്ടാക്കാൻ അവർ സ്വീകരിച്ച വളഞ്ഞ വഴികൾ ഒന്നൊന്നായി കേരളത്തിന് മുന്നിൽ അനാവൃതമാകുന്നു. സുരക്ഷാ വീഴ്ച മാത്രമല്ല, വ്യാപകമായ പണക്കൊള്ളയും ഇതിന് പിന്നിൽ നടന്നുവെന്ന് വ്യക്തമാക്കുന്ന നിരവധി ശബ്ദരേഖകളും പുറത്തുവന്നു. ഈ തട്ടിപ്പ് പ്രോഗ്രാമിൽ തങ്ങളില്ല, അടച്ച പണം തിരികെ വേണം എന്നാവശ്യപ്പെടുന്ന ഒരു അധ്യാപികയെ മൃദംഗാവിഷൻ ഭാരവാഹികൾ ഭയപ്പെടുത്തുന്ന ശബ്ദരേഖയും ഇപ്പോൾ പുറത്തുവരുന്നു. ഹലോ അതെ, ഞാൻ മൃദംഗാവിഷന്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഷമീർ എന്നാണ്, ഞാൻ CEO ആണ് കമ്പനിയുടെ. പിന്നെ എനിക്ക് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ എന്തോ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ കാര്യമായിട്ട് എന്തായിരുന്നു ഒന്ന് പറയാവോ? പേയ്മെന്റ് മാറും, 2900 അല്ല 3500 ആകും എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ്, കാര്യം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പാരൻസിനെ ഞാൻ കൺവിൻസ് ചെയ്തെടുത്തത്, അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കവിതയാണ് എന്നെ ഇതിലോട്ട് കയറ്റിയത്. കവിത ഞാനും ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഞാൻ കവിതയ്ക്ക് മെസ്സേജ് ഇട്ടു, കവിത ഇതിന്ന് എന്നെ ഒഴിവാക്കി തരണം, പേയ്മെൻറ്റ് തിരിച്ചിപ്പം തന്നെ തരണം, കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞാൻ അറിയിച്ചു. അപ്പോൾ രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മെസ്സേജസിനൊന്നും. അപ്പോൾ അവരൊക്കെ കൂടി ഇപ്പോൾ എന്നെ ഒരുമാതിരി ഞാനൊരുമാതിരി എന്തോ അവരെ ചീറ്റിയത് കണക്കായി. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ തുടരാൻ താല്പര്യമില്ല. നമുക്ക് അങ്ങനെ റീഫണ്ട് ഓപ്ഷൻ ഇല്ല. അത് ആദ്യമേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ആ പറയുന്ന നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ വ്യക്തമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഞാനത് നിങ്ങൾ അറിയില്ല, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എനിക്ക് അറിയാത്ത അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ആരും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. ടീച്ചറെ ഞാൻ പറയട്ടെ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ടൈം ആണെങ്കിലും ഇതാണെങ്കിലും ഇത് സൈബർ രീതിയിലുള്ളതും ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുന്ന കാര്യമാണ്. നിങ്ങളിപ്പോ ഈ കോടതി കേസ് പറഞ്ഞിട്ട് എന്നെ ഓഫീസിൽ വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ പോകുമ്പോൾ ഈ കേസ് വരുന്നത് കൺസ്യൂമർ കോർട്ടിലേക്കാണ്. കൺസ്യൂമർ കോർട്ടിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് നിങ്ങൾ ഓൾറെഡി ആ സമയത്ത് ഏത് സമയമാണോ എന്നുള്ളത് ഓൾറെഡി അവിടെ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇത്ര രൂപ ഇട്ടു, ആക്സെപ്റ്റ് ചെയ്തിട്ട ആ ഒരു കാര്യം അവിടെയുണ്ട്. അതിനകത്ത് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആണ്. അതിനകത്ത് ഒരു റീഫണ്ടും ഇല്ല എന്നുള്ളത് കമ്പനിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. ടീച്ചറിന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്നത് യു ആർ മേക്കിംഗ് കേസ് അഗെയിൻസ്റ്റ് ദ കമ്പനി. മൃദംഗാവിഷനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം മൃദംഗാവിഷനാണ് നിങ്ങളുടെ പേയ്മെന്റ് കളക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങൾ പൈസ അടച്ചിരിക്കുന്ന മൃദംഗാവിഷന്റെ അക്കൗണ്ടിലേക്കാണ്. നിങ്ങൾക്ക് നിഗോഷ്യന്റെയോ പറയുന്ന കവിതയുടെ അക്കൗണ്ടിലേക്കല്ലല്ലോ നിങ്ങൾ പൈസ അടച്ചത്. നിങ്ങളും കമ്പനിയുമായിട്ടുള്ള ആ ഡീലില് ആണ് ഈ കാര്യം നടന്നിരിക്കുന്നത് അല്ലെ. കമ്പനിയെ അല്ലല്ലോ എന്നോട് സംസാരിച്ചത്, ഈ രണ്ട് വ്യക്തികളാണല്ലോ. അവരാണല്ലോ എന്നെ മിസ്ഗൈഡ് ചെയ്തത്, എന്നെ അതിലോട്ട് വലിച്ചിട്ടതും എന്റെ പേയ്മെന്റ് എടുത്തതിന് ശേഷം 3500 ആണെന്നും പിന്നെ ഡേറ്റ് മാറുന്നതും ഒക്കെ പറയുന്നതും. കമ്പനി ഡയറക്റ്റ് അല്ലല്ലോ, ഈ വ്യക്തികളാണല്ലോ എന്നെ സംസാരിച്ചതും ഒക്കെ. 32,000 എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക്, നിങ്ങൾ കമ്പനിക്ക് അതൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും, ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് അതൊരു വലിയ എമൗണ്ട് ആണ് 32,000 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പൊസിഷനിലാണ് എനിക്കിപ്പോ സംസാരിക്കാൻ കഴിയുക. ഞാൻ വളരെ ഇപ്പൊ എന്താ നെക്സ്റ്റ് വീക്ക് ഈവന്റ് ആണ്, മനസ്സിലായോ? നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ എത്രയും ഹൈപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കൺസേൺ എനിക്ക് മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കേട്ടിരിക്കുന്നതും
ഞാൻ ടീച്ചറിന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടീച്ചറിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ്. ബാക്കി ടീച്ചറിന് ചിന്തിക്കാം, ബാക്കി ടീച്ചറിന് ഏത് രീതിയിൽ. അതായത് നിങ്ങൾ 5 പൈസ പോലും തിരിച്ചു തരത്തില്ല, 32,000 ചുമ്മാ വെറുതെ നിങ്ങൾ ഞങ്ങളുടെ കൈക്കലാക്കി. ഞാൻ ഇൻഫോം ചെയ്തത് 3000-വും 5000-വും ഒക്കെ വ്യാപകമായി പിരിച്ചെടുക്കുക. സാധാരണക്കാരെ സംബന്ധിച്ച് അവർ കേസിന് പോകില്ല എന്ന ഉറപ്പ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്കുണ്ട്. അതാണിവർ മറയാക്കിയത്. മറുവശത്ത് രാഷ്ട്രീയ സ്വാധീനം കൂടിയാകുമ്പോൾ പിന്നെ ഭയക്കേണ്ടതില്ലല്ലോ. ഇത് പറ്റിക്കപ്പെട്ടവർക്ക് സംസാരിക്കാനുള്ള സമയമാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ വ്യാപകമായ കൊള്ളയും പിരിവും നടത്തി എന്ന തെളിവുകൾ പുറത്തു വന്നതോടെ ഈ നൃത്തപരിപാടിയിൽ പങ്കെടുത്ത നിരവധി പേർ തങ്ങളടച്ച പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ട് സംഘാടകരെ സമീപിക്കുന്നു. പലരും പോലീസിൽ പരാതി നൽകുന്നു. എത്രമാത്രം ഈ CPM-നും ഭരണകൂടത്തിനുമൊക്കെ ഈ തട്ടിപ്പ് സംഘത്തെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.